അതിര മലയാള സിനിമ നേരിട്ടുകൊണ്ടിരുന്ന ഒരു അരക്ഷിതാവസ്ഥ അത് പൂർണ്ണമായിട്ടും ഈ പുറത്തുവിട്ട പേജുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമാ മേഖലയ്ക്കുള്ളിൽ ഈ അറിഞ്ഞ വാർത്തകളും കണ്ട വാർത്തകളും ഒക്കെ തന്നെ വലിയ രീതിയിലൊരു ചർച്ചയായില്ല എങ്കിൽ കൂടി അത് പൊതുസമൂഹത്തിലേക്ക് വലിയ രീതിയിലൊരു ഞെട്ടലോട് കൂടിയ വാർത്തകൾ വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2019 ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവരാൻ ഇത്രയും കാലതാമസം എന്തുകൊണ്ടെടുത്തു? ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പും എന്തുകൊണ്ടാണ് ഇതിലൊരു സമ്മർദ്ദം ഉണ്ടായത് എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനുടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നേരിടുന്ന സിനിമാ മേഖലയിലെ സ്ത്രീ നേരിടുന്ന പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും പുറത്തു വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ത്രീകൾ പുറത്തു പറയാൻ പോലും അവർ ഭയപ്പെടുകയാണ്. അതായത് കുടുംബത്തിനടക്കം ഭീഷണി നേരിടുന്നു. ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച് രംഗത്തേക്ക് എത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു പരാതികളൊക്കെ തന്നെ അടങ്ങിയ കേവലം 289 പേജുകൾ മാത്രം ഇന്നിപ്പോൾ ഹേമ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ തന്നെ അതിലെ ഞെട്ടൽ ഇപ്പോഴും മാറാതെ പൊതുസമൂഹത്തിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവസരം ലഭിക്കണമെങ്കിൽ കിടക്ക പോലും പങ്കിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് ഒരു സ്ത്രീ അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലൊരു മൊഴിയായിട്ട് പറയുമ്പോൾ എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് മലയാള സിനിമ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹകരിക്കുന്നവരെ ഒരു കോഡ് പേരിൽ അറിയപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് അവരുടെ പേര് പോലും മാറ്റിക്കൊണ്ട് സഹകരിക്കുന്നവരെ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നു. അവർക്ക് മാത്രം അവസരങ്ങൾ നൽകുന്നു. അല്ലെങ്കിൽ അങ്ങനെ തള്ളപ്പെടേണ്ട വരുന്ന ഒരു അവസ്ഥ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നു. ഈ എതിർക്കുന്നവരെയൊക്കെ തന്നെ ആ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മലയാള സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ള രംഗങ്ങളും സീനുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമ വാഗ്ദാനം നൽകി കൊണ്ടുപോകുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന രംഗങ്ങൾ പല മലയാള സിനിമകൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ സിനിമാ കഥകളെയൊക്കെ വെല്ലുന്ന സിനിമ ട്വിസ്റ്റിനെ ഒക്കെ തന്നെ വെല്ലുന്ന ഒരു വിവരങ്ങൾ അത്രത്തോളം വലിയ വാർത്തകൾ ഹേമ കമ്മീഷനിലെ ഇത്തരം ഒരു കുറച്ച് പേജുകൾ മാത്രം പുറത്തുവിടുമ്പോൾ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അതിക്രമം കാട്ടിയവരിൽ ഉന്നതർ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കമ്മീഷൻ പോലും ഇത്തരത്തിലൊരു റിപ്പോർട്ട് കേട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ മൊഴി കേട്ട് ഞെട്ടി എന്ന ഒരു കാര്യമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ 15 പേരടങ്ങുന്ന ഒരു സംഘം ഇവരാണ് ഈ ഒരു സിനിമാ മേഖല നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരൊക്കെയാണ് ഈ 15 പേർ എന്നാണ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിൽ പേര് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ കൂടിയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വലിയ ഞെട്ടലായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്ന അല്ലെങ്കിൽ ഈ പ്രമുഖർ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ ആ മേഖലയിൽ നിന്ന് അപ്പാടെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവർ പറയുന്നത് കേട്ട് അനുസരിക്കുന്നവർക്ക് മാത്രം സിനിമയിൽ ഒരു അവസരം നൽകി അവരെ മാത്രം സിനിമയിൽ നിലനിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. ഈ പരാതികളുമായിട്ട് പലരും പുറത്തു പറയത്തല്ല. ഈ റിപ്പോർട്ട് കാര്യങ്ങൾ വരുമ്പോഴൊക്കെ തന്നെയും ഈ നടിമാർ എന്തിന് പോകുന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് എന്തിനിവർ മലയാള സിനിമയിലേക്ക് വീണ്ടും അഭിനയിക്കാൻ പോകുന്നു എന്ന് പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യം ഉയരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതായത് മലയാള സിനിമ മാടമ്പിത്തരത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു കാര്യമാണ്. സ്ത്രീകൾ അതായത് പറയുന്ന താല്പര്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന സ്ത്രീകൾ മാത്രം മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാൽ മതി. മറ്റുള്ളവർ അവർ വീട്ടിൽ പോയിരിക്കട്ടെ, അവർ എന്തിനാണ് വീണ്ടും ഈ മേഖലയിലേക്ക് വരുന്നത് എന്നടക്കം ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ ഈ സമയത്തിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് ഇവർ പുറത്തു പറഞ്ഞില്ല, എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പോലും പേരുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും പുറത്തുവിടുന്നില്ലെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉയരുമ്പോൾ ഈ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ അത്തരത്തിൽ ചോദ്യം ഉയർത്തുന്നവർ വായിച്ചിരിക്കേണ്ടതുണ്ട്. അതായത് തങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പരാതികൾ പറഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഒരു
സിനിമാ മേഖലയിലേക്ക്, സ്ത്രീ ഉൾപ്പെടെയുള്ളവർ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അത് ആ മേഖലയിലുള്ള താല്പര്യം കൊണ്ടാണ്, ആ മേഖല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, അഭിനയം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ മേഖലയിൽ അത്തരത്തിൽ സിനിമാ മേഖലയോടും അഭിനയത്തോടും ഇഷ്ടമുള്ളവർ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കേണ്ടി വരുന്നു. അവരുടെ ഇഷ്ടങ്ങൾ ജീവിതകാലം മുഴുവൻ ഇഷ്ടങ്ങളിൽ നിൽക്കുന്നതിന് വേണ്ടി അത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന ഒരു ദയനീയ അവസ്ഥ മലയാളം ഫിലിം ഇൻഡസ്ട്രി നേരിടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സിനിമ